ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജ. സോ ഇന്ന് നമുക്കൊരു ഡോണറ്റ് ഉണ്ടാക്കിയാലോ? അതൊക്കെ വലിയ പാടാന്നേ എന്ന് വിചാരിക്കല്ലേ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതും നമ്മൾ ഇന്ന് പാശ്ചാത്യമായിട്ടുള്ള വെസ്റ്റേൺ ഡോണറ്റ് ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, തനി നാടൻ ഡോണറ്റാണ്. കാരണം എന്താണെന്നറിയോ? നാടൻ എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ വെച്ചിട്ടല്ല, മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ മധുരക്കിഴങ്ങ് നല്ല നാടൻ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോന്നി എന്നാൽ ഇത് വെച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന്. ഈ ഐഡിയ കിട്ടിയത് ഇൻസ്റ്റഗ്രാം ഒരു പേജിൽ നിന്നാണ് കേട്ടോ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ആൾക്ക് ഒരു നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ മധുരക്കിഴങ്ങ് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മധുരക്കിഴങ്ങാണ്. നല്ല മധുരമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഇതിലൊരു കുഴപ്പം എന്താണെന്നറിയോ? ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം ഒരുപാട് ഫൈബറുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരുപാട് നാരുകളുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യണം. സോഫ്റ്റായിട്ടുള്ള നാരുകൾ കുഴപ്പമില്ല, അത് നമുക്ക് കടിച്ചങ്ങ് കഴിക്കാൻ പറ്റും. പക്ഷേ ചില വില്ലനായിട്ടുള്ള കുറച്ച് എന്താ പറയുക, ഗൗരവം കൂടുതലുള്ള നാരുകളുണ്ടാവും, ദാ ഇതുപോലെ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് തൊണ്ടയെ തടയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതങ്ങ് റിമൂവ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുന്ന സമയത്ത് ഒന്ന് തപ്പി നോക്കിയാൽ ഇതുപോലുള്ള നാരുകൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കട്ടിയുള്ള നാരുകൾ ഇതുപോലെ എടുത്തങ്ങ് കളഞ്ഞേക്കുക. ഓക്കെ, അങ്ങനെ അത്യാവശ്യം വില്ലനായിട്ടുള്ള നാരുകളെയൊക്കെ ഞാൻ പുറത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യണം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ തൽക്കാലം അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. കാരണം ഇത് എത്രത്തോളം പ്ലീ ആവുന്നു അത്രത്തോളം നമുക്ക് മൈദ ചേർക്കേണ്ടി വരും. അതായത് പ്ലീ ഉദ്ദേശിച്ചത് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക, മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? അത് തന്നെ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു കുഴച്ചെടുക്കലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുഴയ്ക്കുന്നതിൻ്റെ സമയത്ത് ആവശ്യത്തിന് മൈദ വേണ്ടി വന്നാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വല്ലാതെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരു മാവങ്ങ് കുഴച്ചെടുത്തേക്കുക. ഓക്കെ, ഇനി അഥവാ അങ്ങനെ ആയിപ്പോയി എന്ന് തന്നെ വിചാരിക്കുക, കുറച്ച് ഒട്ടലൊക്കെ ഉണ്ട് മാവിനെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മൈദ ഈ ആ ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി കല്ലിലാണെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഓക്കെ, ഒട്ടൽ മാറ്റിയെടുത്താൽ മതി. എന്നിട്ട് കയ്യും കൊണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ചെറിയ ചപ്പാത്തിയുടെ പോലെ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമുക്കിതിനി ഡോണറ്റിൻ്റെ ഷേപ്പ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പെടുക്കുക. ആദ്യം അത് വെച്ചൊരു സർക്കിൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ചെറിയൊരു സർക്കിൾ ഇടണം. അതിന് ഞാനിപ്പം തൽക്കാലം നമ്മുടെ ഈവുൻ്റെ ഒരു വൈറ്റമിൻ സിറപ്പിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്, മെഷർമെൻറ്റ് ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോട്ടിലിൻ്റെയൊക്കെ അടപ്പെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മാവ് വല്ലാതെ അങ്ങ് വെള്ളം പോലെ ആയി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കുട്ടപ്പനായിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുക്കണം. ഓക്കെ, ഇങ്ങനെ എല്ലാം നമ്മൾ ആ ഷേപ്പിൽ ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല അതുപോലെ എന്നുണ്ടെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കില്ലേ, ഉഴുന്നുവട. അപ്പോൾ അതിന് നമ്മൾ കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലൊരു നടുക്കൊരു തുളയാക്കി കൊടുക്കില്ലേ. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. എന്നാലും നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതാണോ എളുപ്പം ആ രീതി അങ്ങ് ചൂസ് ചെയ്താൽ മതി. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിതിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ നല്ല സുന്ദര കുട്ടന്മാരായിട്ടുള്ള ഡോണട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഡോണട്ടിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കാം. ഞാനത് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ടോപ്പിങ്സ് കൊടുക്കണ്ടേ ഡോണട്ടിന്. അപ്പോൾ അതിന് ഞാനിവിടെ മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. അതിങ്ങനെ സിമ്പിളായിട്ട് വലിയ ഡിസൈനൊന്നും ഇല്ലാതെ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. സത്യം പറയാലോ, ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തതാണ്, ഇത് കൊളായി പോയതാണ്. ഇതുപോലെ അങ്ങ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഡോണറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇത്തിരി ഓവറാക്കി കളഞ്ഞു കേട്ടോ ഞാൻ, ഇത്രയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചു കൊടുക്കാം. അത് ആ ഒരു ഓവറാക്കിയതിൻ്റെ ലക്ഷണങ്ങളാണ് സൈഡിൽ കാണുന്നത്. നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ടൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഇത് കുറച്ചും കൂടി വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ആ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാതെ ഈ ഒരു മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടുള്ളൊരു ടോപ്പിങ്സ് വെച്ചിട്ടാണ് ഇതിന് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ മുകളിൽ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ തനി നാടൻ ഡോണട്ട് റെഡിയാണ്. നിങ്ങളപ്പോൾ ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.